വഖാല റജുലുൻ ലിഇബ്രാഹിം ബിൻ അദ്ഹം. ഇബ്രാഹിം ബിൻ അദ്ഹമിനോട് ഒരാൾ പറയുന്നു, ഇന്നി ലാ അഖ്ദുറു അലാ ഖിയാമിൽ ലൈലി, രാത്രി നിന്ന് നിസ്കരിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കുണ്ട്. അതുകൊണ്ട് ഫസിഫ്ലി ദവാൻ, അതിന് പറ്റുന്ന ഒരു മരുന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, കാരണം എനിക്ക് രാത്രി നിസ്കരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഫഖാല ലഹു, അപ്പോൾ ഇബ്രാഹിമിന് അധികം തങ്ങൾ അയാളോട് പറഞ്ഞു, ലാ തുഅ്സിഹി ബിൻ നഹാരി വഹുവ യുഖീമുക ബൈന യദൈഹി ബിൽ ലൈലി, പകല് നീ എന്താവരുത്, അല്ലാഹു തആലാക്ക് തെറ്റ് ചെയ്യരുത്. ലാ തഅ്സിഹി, അസായുസൊന്നും വേണ്ട, ലാ തഅ്സിഹി ബിൻ നഹാരി, പകല് അള്ളാഹ്ക്ക് നീ എന്താ വേണ്ട, തെറ്റ് ചെയ്യണ്ട. അപ്പൊ രാത്രിയിൽ അവന്റെ മുന്നിൽ അള്ളാഹ് നിന്നെ നിർത്തും. അപ്പൊ പകല് തെറ്റ് ചെയ്യരുത്. പകല് തെറ്റ് ചെയ്തത് കൊണ്ടാണ് രാത്രി നിനക്ക് നിസ്കരിക്കാൻ കഴിയാത്തത് എന്നർത്ഥം. ഇന്ന മുഖൂഫക ബൈന യദൈഹി ബിൽ ലൈലി, രാത്രിയിൽ റബ്ബിന്റെ മുന്നിൽ നിന്റെ നൃത്തം, മിൻ അഅ്ലഫി ശറഫ്, അത് നല്ല ശ്രേഷ്ഠതയുള്ള ഒരു നൃത്തമാണ്, ഉന്നതമായ നൃത്തമാണ് രാത്രിയുടെ നൃത്തം. വൽ ആസി ലാ യസ്തഹിഖു ദാലിക ശറഫ, തെറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ആ സ്ഥാനം ഉടമയാക്കാൻ കഴിയൂല. അപ്പൊ പകല് തെറ്റ് ചെയ്താൽ രാത്രി നിസ്കരിക്കാൻ കഴിയൂല എന്നർത്ഥം. അപ്പൊ ആ ഉന്നതമായ സ്ഥാനം അല്ലാഹു തആല തരൂല. തരണമെങ്കിൽ പകല് തെറ്റ് ചെയ്യരുത്. അങ്ങനത്തെ ആളുകൾക്ക് രാത്രി നിസ്കരിക്കാനുള്ള സൗകര്യം അള്ളാഹു ഒരുക്കി കൊടുക്കുള്ളൂ, ആ ഒരു സ്ഥാനം കിട്ടുകയുള്ളൂ എന്നാണ് ഇബ്രാഹിമിന് അധികം തങ്ങൾ ചോദ്യകർത്താവിന് കൊടുത്ത മറുപടി. വക്കാന ഉത്ബത്തുൽ ഉലമാ യഖൂലു ഇദാ തവല്ല മിനൽ ലൈലി ഖബ്ല യൻതസിബി സ്വലാത്തി, മൂപ്പര് രാത്രിയിൽ എണീറ്റ് ഒളുണ്ടാക്കി കഴിഞ്ഞാല് നിസ്കാരത്തിലേക്ക് ചൊവ്വായി നിൽക്കുന്നതിന് മുമ്പ് ഒളുണ്ടാക്കി കഴിഞ്ഞാൽ മൂപ്പര് പറയുന്ന പണി എന്താ പറയുക, ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി ഖദ് ഹമൽതു നഫ്സി മാല അതീഖു മിനൽ മആസി വൽ ഖബായിഹി, റബ്ബേ നിശ്ചയമായിട്ടും ഞാൻ എന്റെ സ്വന്തം ശരീരത്തിന് തെറ്റുകളും അടക്കായ കാര്യങ്ങളും ചെയ്ത് കഴിയാത്ത പറഞ്ഞ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ അത്തൈക്കൽ ഖസ്വൽ മസ്ഖ, ഭൂമിയിലേക്ക് പിടിച്ച് എന്നെ ആഴ്ത്തുക, അതുപോലെ തന്നെ കോലം മറിക്കുക എന്നതിനെ ഞാൻ ഉടമയാക്കിയിട്ടുണ്ട്. അത്രത്തോളം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഉത്ബത്തുൽ ഉലമാ തങ്ങൾ പറയുന്നത്. അപ്പൊ ദുഖൂലൻ നാരി, നരകത്തിൽ പ്രവേശിക്കുക എന്നതും ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഉടമയാക്കിയിട്ടുണ്ട് എന്ന് വിനയത്തോടുകൂടി അള്ളാന്റെ മുന്നിൽ പറയുകയാണ്. വഹ അന ഉരീദു അൻ അഖിമ ബൈന യദൈക, പടച്ചവനെ ഇതാ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഖൽഫ കുല്ലി ആരിദിൻ അലാ വജ്ഹിൽ അർദ്, ഭൂമിയുടെ മുകളിൽ ആരിലായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തെല്ലാം ഉണ്ടോ അതിന്റെ പിറകിലായിട്ട് ഇതിന്റെ മുന്നിൽ ഞാൻ നിൽക്കുകയാണ്. എന്തിന്? റജാഅൻ അൻ തഗ്ഫിറ ലി അഹദിൻ മിൻഹും, അവ ഭൂമുഖത്ത് വെളിപ്പെട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയുണ്ടോ അവിടെ വേക്കിലാ നിൽക്കുന്നതിന് അവരിൽപ്പെട്ട ആർക്കെങ്കിലും ഒരാൾക്ക് നീ പുറത്തു കൊടുക്കും. അങ്ങനെ പുറത്തു കൊടുക്കല് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് വേക്കിലാ നിൽക്കുന്നത്. അങ്ങനെ അവർക്ക് പുറത്തു കൊടുക്കുമ്പോ ആ പൊറുക്കുന്നതിന് അംശം എനിക്കും എത്തുമല്ലോ, ആ ഒരു പ്രതീക്ഷയാണ്. അത്രയും വിനയത്തോടു കൂടിയാണ് മഹാനായ ഉത്ബത്തുൽ ഉലമാ തങ്ങൾ പറയുന്നത്. ആലോചിച്ചു നോക്കൂ, അവരൊക്കെ രാത്രിയുള്ള ഇബാദത്തിനെ കണ്ടതും അവരുടെ ചിന്തകളും. മഹാനായ ഹസൻ ബിൻ സ്വാലിഹ് തങ്ങളും തന്റെ വെപ്പാട്ടിയും എന്തായിരുന്നു, രാത്രി നിസ്കരിക്കുന്നവരായിരുന്നു. അങ്ങനെ ആ അടിമ സ്ത്രീയെ ഹസൻ എന്നവര് ഒരു സമുദായത്തിന് വിറ്റുപോയി. ഫലമ്മ സ്വല്ലത്തിൽ ഇശാ നമസ്കാരം ആ അടിമ സ്ത്രീ നിസ്കരിച്ചപ്പോ ഇഫ്തഹത്ത് ബിസ്വലാത്തി, പിന്നെ നിസ്കാരം കൊണ്ട് അങ്ങനെ തുടങ്ങി. ഫമാസാലത് തുസല്ലി ഇലൽ ഫജ്രി, സുബഹി വരെ മഹ്ദി അങ്ങനെ നിസ്കരിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് അടിമ സ്ത്രീ. അങ്ങനെ വക്കാലത്ത് തഖൂലു ലി അഹ്ലിദ്ദാരി, വീട്ടിലുള്ള ആൾക്കാരോട് ഈ അടിമ സ്ത്രീ, അതായത് വാങ്ങിക്കൊണ്ടുപോയ വീട്ടിലുള്ള ആൾക്കാർ, അവരോട് ഈ സ്ത്രീ പറയുന്നു, അടിമ സ്ത്രീ, കുല്ലു സാഅത്തിൻ തംദീബിൽ ലൈൽ, രാത്രി ഇത് എല്ലാ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു.
നിങ്ങൾ എണീക്കണില്ലേ, നിസ്കരിക്കൂ, നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കൂ ഈ അടിമ സ്ത്രീ വീട്ടുകാരോട് പറയും. ഇങ്ങനെ പറഞ്ഞപ്പോ കാലുലഹ, അടിമ സ്ത്രീയോട് ആ വീട്ടുകാർ പറഞ്ഞു, നഹ്നു ലാ നഖൂമു ഇലൽ ഫജ്രി, സുബഹി വരെ ഒന്നും ഞങ്ങൾ എണീറ്റ് നിസ്കരിക്കൂല, സുബഹി വരെ നീച്ചൂല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഫജാഅത്ത് ഇലൽ ഹസൻ ഇബ്നു സ്വാലിഹ്, അപ്പൊ തന്റെ പഴയ യജമാനായ ഹസന്റെ അടുത്തേക്ക് ഈ അടിമ സ്ത്രീ ചെന്നു. എന്നിട്ട് കാലത്ത് ആ പെൺകുട്ടി പറയുകയാണ്, രാത്രി മുഴുവനും കിടന്നിറങ്ങുന്ന ഒരു സമുദായത്തിലേക്കാണോ എന്നെ നിങ്ങൾ വിറ്റത്? അവരുടെ ഉറക്ക് ഞാൻ കാണുമ്പോ ഞാൻ തന്നെ മടിയനായിപ്പോ, അങ്ങനെ അവസാനം ഞാൻ തന്നെ നിസ്കരിക്കാൻ ഞാനും ഉറങ്ങിപ്പോവും, അങ്ങനെ മടിയായി തീരുമ്പോ അതിന് പേടി എനിക്കുണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോൾ ആ അടിമ സ്ത്രീക്ക് വല്ലാത്ത ദുഃഖമുണ്ടെന്ന് മനസ്സിലായപ്പോൾ അൽ ഹസനു ഇലൈഹി റഹ്മതൻ ബിഹ വവഫാഅ ബിഹഖിഹാ, അപ്പൊ പിന്നെ തന്റെ പഴയ യജമാനൻ ആ ആൾക്കാരിൽ നിന്ന് പൈസ കൊടുത്ത് തിരിച്ചിങ്ങോട്ടെ വാങ്ങി ആ അടിമ സ്ത്രീയോട് കരുണ കാണിച്ചും അവരുടെ ഹക്ക് പൂർത്തിയാക്കി വീട്ടുവാനും വേണ്ടിയിട്ടാണ് തിരിച്ചു വാങ്ങിയത് കേട്ടോ. അപ്പൊ തന്റെ യജമാനൻ ആ അടിമ സ്ത്രീ വിറ്റു. ആ അടിമ സ്ത്രീക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്ന് അവിടെ ചെന്ന് മനസ്സിലായപ്പോൾ ആ ഒരു സങ്കടം ഇവിടെ വന്ന് തന്റെ പഴയ യജമാനോട് പറഞ്ഞു. അപ്പൊ പഴയ യജമാനിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നു ഇബാദത്തിന് വേണ്ടിയെന്നാ. വക്കാലത്ത് റാബിഅത്തുൽ അദവിയ്യ തതവല്ലഉ കുല്ല ലൈലത്തിൻ വതതയ്യബു വതഖൂലു സൗജിഹ അലക ഹാജത്ത്. ഭർത്താവുള്ള ഭാര്യമാര് ഇബാദത്തിലായിരിക്കും, ഭർത്താക്കന്മാർ ചിലപ്പോ ഇബാദത്ത് കുറവായിരിക്കും. പിന്നെ ഇബാദത്ത് ചെയ്യുന്ന ഭാര്യയാണെങ്കിൽ ആ ഭാര്യ ഭർത്താവ് ചോദിക്കേണ്ടതുണ്ട്. അതൊരു പാഠമാണ് റാബിഅത്തുൽ അദവിയ്യ മഹദി ചെയ്തത്. മഹദി എല്ലാ രാത്രി ഒതുണ്ടാക്കി സുഗന്ധം പൂശും. സുഗന്ധം പൂശിയിട്ട് എന്റെ മണവാളനോട് എടുത്ത് ചെന്നിട്ട് ചോദിക്കും, അല്ല ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് വല്ല ആവശ്യം എന്നെ കൊണ്ടുണ്ടോ എന്ന് ഭർത്താവ് ചോദിക്കും. ഭയങ്കാലല്ല, അങ്ങനെ ഭർത്താവ് പറയാണ് ഇല്ല എനിക്കും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കാമത്തീര സ്വഭാവം സുബഹി വരെ മഹദി അങ്ങനെ നിന്ന് നിസ്കരിക്കുന്ന. ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവിന്റെ പൊരുത്തം തേടി അനുമതി തേടിയിട്ടായിരിക്കണം ഇബാദത്തിലേക്ക് പോവേണ്ടതെന്നാണ്. സുന്നത്തായ ഇബാദത്തല്ലേ. അപ്പൊ ഭർത്താവിന്റെ സമ്മതം അവിടെ ചോദിച്ച് വല്ല പൊരുത്തം കൂടി വാങ്ങി ഇബാദത്ത് ചെയ്താൽ വളരെ കൂലി കിട്ടും. അപ്പൊ ഗാനം തൊക്കൂലു അവലല്ലേരി, രാത്രിയുടെ ആദ്യ ഭാഗത്തിൽ റാബിഅത്തുൽ അദവിയ്യ മഹദി പറയുന്നു, ഇലാഹി നാമത്തുൽ ഒയൂൻ, കണ്ണുകളൊക്കെ ഉറങ്ങിപ്പോയി പടച്ചോനെ, വഗാറത്തിൻ നുജൂമു, നക്ഷത്രങ്ങളെല്ലാം അസ്തമിച്ചു പോയി, ഒലികത്ത് മുലൂക്കുദ്ദുനിയ അഖ്ലഖത്ത് മുലൂക്കുദ്ദുനിയ അബ്വാബഹ, ദുനിയാവിലെ ഭരണാധിപന്മാരും രാജാക്കന്മാരും അവരുടെ കോട്ടകളുടെ വാതിലുകൾ അടച്ചുപോയി. അപ്പൊ ബാബുക്കാല യുഗലക്കു, രാജാതിരാജനായ തമ്പുരാന് നിന്റെ വാതിൽ അടയപ്പെടുന്നില്ല. ഫഅ്ബുർലി, നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് സുമ്മ തസിഫു ഖദമൈഹാരി സ്വലാത്തി, എന്റെ നിസ്കാരത്തിന് വേണ്ടി രണ്ട് ചെരുപ്പടിക്കാലുകൾ അണിയാക്കി വെക്കും. ുടു മഹദി പറയും, വഇസ്സതിക വജലാലിക ഹാദാ മൗഖിഫി ബൈന യദൈക ഇല സ്വബാഹ് മാ ഇഷ്തു, നിന്റെ യോഗ്യത തന്നെയാണ് സത്യം, നിന്റെ വളർമ്മ തന്നെയാണ് സത്യം. പടച്ചവനെ, ഇതാ ഞാൻ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്നത് നിന്റെ മുന്നിലാണ്, ഈ ഒരു നൃത്തം ഞാൻ ജീവിക്കും കാലത്തോളം സുബഹി വരെ ഇങ്ങനെ നിൽക്കും എന്ന് മഹദി പറഞ്ഞു. അത്രത്തോളം അവർ അള്ളാഹിനെ കുറിച്ച് പേടിച്ച് രാത്രിയാമത് ഉറങ്ങാതെ ഇബാദത്തിലായിരുന്നു. വകാന സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുന്നു, അലൈക്കും ബിഖില്ലത്തിൽ അക്കിൽ തമല്ലകൂ ഖിയാമൽ ലൈൽ, രാത്രി നല്ലോണം ദീപക്കുറ്റി പോലെ നിറച്ച് കുറ്റിയാക്കണ്ട, ഭക്ഷണം കുറക്കുക, അത് ശ്രദ്ധിച്ചോളി. രാത്രിയുള്ള നിസ്കാരത്തെ ഉടമയാക്കിക്കോളി. അപ്പൊ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ഉറക്കമയക്കത്തിലായിരിക്കും, സുബഹിയായാലും അറിയില്ല, സുബഹിയായാലും നിസ്കരിക്കാൻ തോന്നൂല. അപ്പോൾ തീർച്ച കുറച്ചിട്ട് രാത്രിയുള്ള നിസ്കാരമൊക്കെ ശ്രദ്ധിച്ചോളി എന്ന് മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുന്നു. സാബിത്തുൽ ബന്നാരി യുസല്ലിൽ ലൈല കുല്ലഹു, സാബിത്തുൽ ബന്നാരി എന്ന് പറയുന്ന ആള് രാത്രി മുഴുവൻ നിസ്കരിക്കും. യഖൂലു അഗിരി, തന്റെ വീട്ടിലെ ഭാര്യമാരോടും മക്കളോടൊക്കെ പറയും, ഖൂമൂ ഫസല്ലൂ, നിങ്ങളൊക്കെ എണീറ്റാടി കടന്നുറങ്ങല്ല, നിസ്കരിക്കെന്ന് പറയും. ഇങ്ങനെയാണ് അവരൊക്കെ ജീവിതം. ഇന്ന് ഞമ്മക്കൊന്നും പറയാൻ പറ്റൂല, ഒക്കെ പറഞ്ഞ അപകടമാണ്. ഫൈന ഖിയാമൽ ലൈലി അഹ്വനു മിൻ മുഖാബദത്തി അഹ്വാലി യൗമിൽ ഖിയാമ, അന്ത്യദിനത്തിലെയുള്ള ഭീകരാവസ്ഥകൾ അതുമായി ഏറ്റുമുട്ടൽ വളരെ പ്രശ്നമാണ്.
അതിനേക്കാൾ വളരെ ലളിതമാണല്ലോ രാത്രിയുള്ള നിസ്കാരം. അന്ത്യനാൾ വളരെ ഭീകരമാണ്, അത് സഹിക്കാൻ കഴിയൂല. അതിനേക്കാൾ ലളിതമായി നിൽക്കുന്ന ഒന്നാണ് രാത്രിയുള്ള നിസ്കാരം. വക്കാന അബുൽ ജുബൈരിയ, അബൂ ജുബൈരിയ തങ്ങൾ പറയുന്നു, യഖൂലു മഹാൻ പറയാണ്, സ്വഹിബത്തുൽ ഇമാമ അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ തങ്ങളോട് ഞാൻ സഹവസിച്ചു. മദ്ഹബിന്റെ പണ്ഡിതനാണ്. ലാ ഉഫാരിഖുഹു സിത്തത്ത അശ്ഹുർ, ഒരു 6 മാസം മൂപ്പരുമായി ഞാൻ വിട്ടുപിരിഞ്ഞില്ല, ഓരോ കൂടെ തന്നെ ഇങ്ങനെ കൂടി. ഫമാ റഅയ്തുഹു വളിഅ ജംബി ഇലൽ അർദി ഫീ ലൈലത്തിൻ മിൻഹാ, ഈ 6 മാസത്തിൽ ഓരോ രാത്രി ഞാൻ നോക്കുകയാണ്, ആ ഒരു രാത്രിയിലും കവിള് തന്റെ ഭൂമിയിലേക്ക് മഹാൻ വെച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അതായത് കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ 6 മാസം എന്നാണ്. കാലു, അങ്ങനെ അവർ ചോദിച്ചു, അവർ പറഞ്ഞു, വലം യകുല്ലി അബി ഹനീഫ, മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾക്കില്ല ഫിറാസുബില്ലേ, രാത്രി ഒന്നും ഉറങ്ങാനുള്ള വിരിപ്പുകളെ കാണാനില്ല. ഇപ്പൊ രാത്രി മഹാൻ ഉറങ്ങാതെ നിരന്തരം വിവാദത്തിലാണ്, അള്ളാഹിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഒരു പട്ടുമെത്ത അവർക്കില്ല, കിട്ടാഞ്ഞിട്ടല്ല വേണ്ടാഞ്ഞിട്ടാണ്. വക്കാന സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു യഖൂലു, മഹാൻ പറയുന്നു, മാ റഅയ്തു അഹ്മദ ബിൻ അബി ഹനീഫ, അബൂ ഹനീഫ തങ്ങളെക്കാൾ ഏറ്റവും ഇബാദത്ത് എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ലാതെ. വല അസ്ഗദ, പ്രപഞ്ച ത്യാഗിയായിട്ടും മഹാനവരെക്കാൾ കൂടുതൽ ആരും ഞാൻ കണ്ടിട്ടില്ല. വല അവറാമിൻഹു, അദ്ദേഹത്തെക്കാൾ സൂക്ഷ്മതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അത്രത്തോളം വലിയ സൂക്ഷ്മശാലിയും പ്രപഞ്ച ത്യാഗിയും ഇബാദത്തുമുള്ള മഹാനായിരുന്നു മഹാന പറയും എന്ന് സുഫിയാൻ സൗരി തങ്ങൾ പറയാം. മഹാൻ പറയുന്നു, ബലഹന, നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ത്, അന്നല്ലാഹു തആല യഖൂലു, അല്ലാഹു തആല പറയുന്നുണ്ട്, ഹീന യതജല്ലാമിനൽ, രാത്രിയിൽ ആ അള്ളാഹു ഇങ്ങോട്ട് വെളിപ്പെടും. അങ്ങനെ വെളിപ്പെടുന്ന സമയമുണ്ട് രാത്രി അള്ളാഹ്ക്ക്. ആ സമയത്ത് അള്ളാഹു തആല ചോദിക്കുകയാണ്, ആയിരം മുദ്ദഊന ലി മഹബ്ബത്തി ബിന്നഹാരി, പകലിൽ എന്നോട് വലിയ സ്നേഹമുണ്ടെന്ന് വാദിച്ച ആൾക്കാരുണ്ട്, ഓൽ എവിടെയാ? അലൈസ കുല്ലു മുഹിബ്ബിൻ യുഹിബ്ബുൽ ഖൽബത ബി ഹബീബിഹി, തന്റെ ഹബീബുമായി ആരാരുമില്ലാതെ ഒറ്റയ്ക്കിരുന്നുകൊണ്ട് സംസാരിക്കുവാൻ സന്ധിയാകുവാനും ഏതൊരു ഹബീബും ഇഷ്ടപ്പെടുമല്ലോ, അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ, അവരിപ്പോൾ വെളിവാകും, ഇതാ ഞാൻ വെളിപ്പെട്ടിരിക്കുകയാണ് എന്റെ ഇഷ്ടക്കാരുടെ മേൽ, അവരെന്നോട് സംസാരിക്കുന്നു എന്റെ സാന്നിധ്യത്തിൽ വെച്ചിട്ട്. നേർക്കുനേരെ കണ്ടുകൊണ്ട് അവർ എന്നോട് അഭിമുഖ സംഭാഷണം നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ആരെങ്കിലും വരട്ടെ. നാളെ ജന്നത്തി, എന്റെ സ്വർഗത്തിലിട്ടിട്ട് നാം അത്തരക്കാർക്ക് കണ്ട് കുടമയാക്കുകയും ചെയ്യും എന്ന് മഹാൻ പറഞ്ഞു. അവര് പറയാ, അങ്ങനെ വിവരം കിട്ടിയെന്ന് ഫുളൈൽ ഇബ്നു തങ്ങൾ പറയുകയാണ്. അത്തരത്തോളം പുണ്യമുള്ള ഇബാദത്താണ് താജ്ജുദ് നിസ്കാരം. കാനൽ മുഗീറത്ത് ബിൻ ഹബീബ് യഖൂലു, മഹാൻ പറയുന്നു, റബഖത്തു ഐനായ ലൈലത്ത മാലിക് ബിൻ ദീനാർ, മാലിക് ബിൻ ദീനാറുമായുള്ള എന്റെ വിരുന്ന് പാർക്കുന്ന ആ രാത്രിയിൽ 2 കണ്ണ് ഞാൻ ഉറക്കം പോയി ശരുത്തി. എന്താ മാലിക് ബിൻ ദീനാർ തങ്ങൾ കാട്ടുന്ന നോക്കാൻ. ഇഷായുടെ വൈകുന്നേര സമയമായി, അതായത് ഇഷാന്റെ ടൈമിന്റെ അതുമുതൽ മഹാനവറുകൾ അള്ളാന്റെ ഒരു ചൊവ്വായി നിൽക്കുകയാണ്. ആബിദൻ അൽഹിയത്തി, തന്റെ താടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടോ എബിക്ക് മഹാൻ ഇതാ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മഹാൻ പറയുന്നു, യാ റബ്ബിർഹം ശൈബത്ത മാലിക്, മാലിക് ഇതാ നരച്ചിരിക്കുകയാണ്, ഈ നരയോട് എനിക്ക് കരുണ കാണിക്കണേ അല്ലാ എന്നുള്ള ഈ നൃത്തം ഇലാന്തറയിൽ ഫജ്ർ, സുബൈ വെളിവാകുന്നവരെ ഇതേ നിലയിലാണ്. ഇതൊക്കെയായിരുന്നു മഹാന്മാരുടെയൊക്കെ ഇബാദത്തും അവരുടെ ജീവിതവും. കാല, എന്നിട്ട് മഹാൻ പറയുന്നു, അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് ഷഹർ, 1 മാസക്കാലത്തോളം അബ്ദുൽ വാഹിദ് തങ്ങളെ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഉറങ്ങാതെ. അങ്ങനെ പറയത്തു, അദ്ദേഹത്തെ ഞാൻ കണ്ടത് ലായനാമു മിനല്ലൈലി ഷൈഅൻ, ഒരല്പം പോലും രാത്രി മഹാൻ ഉറങ്ങുന്നില്ല, ഉറങ്ങാതെ ഇബാദത്തിലാണ്. യഖൂലു ലി അഹ്ലിദ്ദാർ, തന്റെ വീട്ടുകാരോട് മഹാൻ പറയുമായിരുന്നു, കൊല്ലു സാഅത്തി മദത്ത് മിനല്ലൈലി, രാത്രിയിൽ എല്ലാ സമയത്തും കഴിഞ്ഞുപോയി. യാ അഹ്ലദ്ദാർ, വീട്ടുകാരെ, ഇന്നബിഹു, നിങ്ങൾ ഉണരണം. ആദിഹി ദാറു നൗമിൻ ഖരീബ്, ഇതൊന്നും എന്തല്ല സുഖമായി ഇവിടെ സുഖനിദ്രക്കുള്ള കേന്ദ്രമല്ല ഇത്, അതുകൊണ്ട് എണീറ്റോളി. യൗകുലുകുമുദ്ദൂദ്, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ പുഴുക്കൾ തിന്നുപോകും, അതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് നല്ല നിൽക്കുന്ന ഇബാദത്ത് ഇയാളെ ശ്രദ്ധയുണ്ടാക്കി എന്നർത്ഥം. വക്കാന സുഹൈബ് അൽ ആബിദ്,
ആബിദായ സുഹൈബ് എന്നവര് റഫീഖൽ ഇബ്രാത്തി ബിൽ ബസറ, ബസറയിലുള്ള ഭാര്യയോട് ഒരു പെണ്ണിന് അടിമയായിരുന്നു. ആര്? സുഹൈബുൽ ആബിദ് എന്ന് പറയുന്ന ആള് അടിമയായിരുന്നു. അപ്പൊ കാനി യക്കോബുൽ ലൈലക്കുല്ല, രാത്രി മുഴുവനും ഈ അടിമ നിസ്കരിക്കും. അങ്ങനെ വഖാലത്തുഹു സയ്യിദത്തുഹു യൗമൻ, ഒരു ദിവസം തന്റെ യജമാനത്തി സുഹൈബ് എന്നവരോട് പറഞ്ഞു, ഇന്ന തൂലൽ ഖിയാമിൽ ലൈലി, രാത്രി ദീർഘമുള്ള ഈ നിസ്കാരം, യദുറുക, നിന്നത് പ്രയാസപ്പെടുത്തും, ഖിദ്മത്തിക ബിന്നഹാരി, നീ പകൽ ജോലി ചെയ്യേണ്ടവരാണ്, അതുകൊണ്ട് രാത്രി ഉറക്കമളിച്ച് ദീർഘ നിസ്കരിച്ചാൽ അത് പ്രയാസമാവുമെന്ന് യജമാനത്തി പറഞ്ഞു. ഫഖാലഹ മാദാ അസനഉ, അപ്പോൾ ഈ മഹാൻ തിരിച്ച് പറയുന്ന സുഹൈബ് എന്ന അടിമ പറഞ്ഞത്, ആ മുതലാളിയോട് സയ്യിദിനോട് പറഞ്ഞത്, ഞാൻ എന്ത് പണിയെടുക്കണ്ട് പറയൂ എന്നാണ്. എന്നിട്ട് മഹാൻ പറയാ, വൈദാ ദക്കർത്തു ജഹന്നമ തോറനോമി, ഞാൻ നരകത്തെ കുറിച്ച് ഓർമ്മ വരും, അങ്ങനെ വരുമ്പോൾ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എന്റെ ഉറക്കൊക്കെ പാറി പറന്നു പോവുകയാണ്, ഇതാണ് സംഭവം എന്ന് ആ യജമാനത്തിയോട് പറഞ്ഞു. മഹാൻ പറയുന്നു, റഅയ്തു ലൈലത്തൻ, ഒരു രാത്രി ഞാൻ കണ്ടു, ഹൗറാ മിൻ അജ്മലി നിസാ, സ്ത്രീകളുടെ കൂട്ടത്തിൽ അഴകുള്ള സ്ത്രീകളാ, ആ കൂട്ടത്തിൽ ഒരു ഹൂർലീനെ ഞാൻ കണ്ടു. ഫഖുൽതു ലഹ, അവളോട് ഞാൻ ചോദിച്ചു, ലിമൻ ആ തീയതി ആർക്കുള്ളതാണ് ഈ ചോദിച്ചു. അപ്പൊ കാലത്ത് അപ്പോൾ അവൾ പറയുകയാണ്, ലിമൻ യഖൂമുൽ ലൈല ബിൽ ലയാലി ശിത്താ, നല്ല തണുപ്പുള്ള രാത്രികളാണ്, ആ രാത്രിയിൽ ആര് നിസ്കരിക്കുന്നുവോ അത്തരം ആളുകൾക്കാണ് ഞാനുള്ളത് എന്ന് ഈ സ്വർഗീയ സ്ത്രീ പറയുകയാണ്. അപ്പൊ അത്രയും പുണ്യം കിട്ടും. സ്വർഗീയ രാണിയുമായി ശ്രദ്ധിക്കണോ, രാത്രി നിസ്കരിക്കുക. അപ്പൊ കാണൽ അലാബിന് സിയാദ് യഖൂമുൽ ലൈലക്കുല്ല, രാത്രി മുഴുവനും ഉറങ്ങാൻ നിസ്കരിക്കുന്ന ആളായിരുന്നു അല എന്നവർ. അപ്പൊ കാലത്തിൽ ഒരിക്കൽ തന്റെ ഭാര്യ ഈ അല എന്ന ഭർത്താവോട് പറയുകയുണ്ടായി, അലാ തസ്തരീഹുലക്ക ലഹളത്തൻ, കുറച്ചു സമയം അങ്ങൊന്ന് വിശ്രമിച്ചൂടെ. അപ്പൊ അത്താഹ, ഇത് കേട്ടപ്പോൾ ഭർത്താവിന് വഴങ്ങിക്കൊടുത്തു ആര്? മഹാൻ. അങ്ങനെ അത്താവു ആത്തിബി മനാബിഹി, അങ്ങനെ ഉറങ്ങിയപ്പോൾ തന്റെ ഉറക്കിൽ അത് അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വരുന്നു. എന്നിട്ട് അഹദ ബി മുഖദ്ദമി ഷാഇരി റൈസി, തന്റെ തലയുടെ മുൻഭാഗത്തെ മുടികിട്ട് പിടിച്ചു വലിച്ചു. എന്നിട്ട് വക്കാല, ആ ആള് പറയാണ്, ഖും വസല്ലി, നിന്ന് നിസ്കരിക്കണം എന്നാണ്. വലാ തള ഹർലക മിൻ ഇബാദത്തി റബ്ബിക, അങ്ങയുടെ റബ്ബിന് ചെയ്യുന്ന ഇബാദത്താണ്, ആ ഇബാദത്തിൽ അങ്ങയുടെ വിഹിതം ഒരിക്കലും നഷ്ടത്തിൽ കളയാൻ പാടില്ല, അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല, നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ കാമ, മഹാൻ എണീറ്റു. നോക്കുമ്പോ വചനത്തിൽ ഷഹറാത്ത് വാക്കിബത്തൻ, അവിടെയുള്ള ആ മുടികളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നതായിട്ട് ഇവർക്ക് എത്താൻ കഴിയുന്നത്. ഫലം തതിൽ വാക്കിബത്തൻ അത്താമാത്ത, അങ്ങനെ മരിക്കുന്നവര് രാത്രിയിൽ എന്തായി, അല്ല ആ മുടി അങ്ങനെ എന്തായി മരിക്കുന്നവരെ അങ്ങനെ അങ്ങനെ നിൽക്കാൻ തുടങ്ങി, അങ്ങനെ തന്നെ നിന്നതാണ്. അപ്പൊ അത്രത്തോളം ശ്രദ്ധാലുക്കളായി ജയിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ എന്നാണ്. അള്ളാന്റെ ഭാഗത്തിന്റെ സഹായമാണല്ലോ. നാമ ഈ ബറാഹിബിൻ അദ്ദേഹം ലൈലത്തുൽ ബിൽ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന് ഒരു രാത്രി മഹാൻ ഉറങ്ങിപ്പോയി. ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള പാറുണ്ട്, ആ പാറയുടെ ഭാഗത്തുനിന്ന് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ശബ്ദം കേട്ടു. എപ്പോഴും ആ ശബ്ദിക്കുന്നവൾ പറയാണ്, ഖിയാമുൽ ലൈലി യുത്ഫിഉ ലഹബൻ നഹാർ, നരകത്തിലുള്ള തീ കത്തിക്കാളുന്ന അതിനെ കെടുത്തിക്കളയുന്ന രാത്രിയുള്ള നിസ്കാരം. അപ്പൊ നരകത്തിൽ പോണ്ടാണ്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മുകളിൽ ഇട്ടതായിരിക്കുന്ന പാലത്തിന്റെ മുകളിൽ കാൽപാതകൾ ഉറപ്പിച്ചു നിർത്തും താജ് നിസ്കാരം. അതുകൊണ്ട് പല തതസാഹിയാമില്ലേനി, രാത്രിയുള്ള നിസ്കാരത്തിൽ ഒരിക്കലും മടി കാണിക്കണ്ട എന്ന് പറഞ്ഞു. സമാ തറക്കഹു ബഅദാലിക, മഹാനവറുകൾ പിന്നീട് രാത്രി നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല, അത്താമാത്ത മരിക്കുന്നവരേണം. അഖി, എന്റെ സഹോദര, ഇത്രയും പറഞ്ഞു തന്നു. ഇവരൊക്കെ ജീവിച്ചത് എങ്ങനെയാണ്, ഇവർ കണ്ടതെന്ന്, ആ കാര്യം അത് ഗൗരവമായി അറിയണം. അമൽ ബിഹി, അതുകൊണ്ട് ഈ അമൽ ചെയ്യുകയും വേണം എന്നാ പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ ആ അഖലാഖും അവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത് തുടങ്ങാൻ രണ്ടാം ഭാവമാണ്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത് തുടങ്ങാം.